ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദി യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കിൻ എന്ന് പറഞ്ഞ ശേഷം പറയുന്നുണ്ട് ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കണം എന്നല്ല പറയുന്നത്, നിസ്കാരക്കാർക്ക് നാശം അല്ലെങ്കിൽ നരകം എന്നാണ് പറയുന്നത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വല്ലദീനഹും യുറാഊന വയംനഊനൽ മൗൻ. ഒരാളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. ഇവിടെ അവസാനം പറയുന്നൊരു സാധനം വയംനഊനൽ മാഊൻ, അഥവാ ചെറിയ ചെറിയ വളരെ നിസ്സാരമായ ചെറിയ ഉപകാരങ്ങൾ പോലും അവരെന്ത് ചെയ്യും, ആളുകളെ തൊട്ട് തടയും. നമ്മൾ വീട്ടിൽ ഒരാവശ്യമില്ലാതെ എടുക്കുന്നൊരു സാധനക്കാരം. നല്ല ഉസ്താദ് പറയുന്നൊരു ഉദാഹരണം, അപ്പോൾ ഒരു ചകിരിയോ അല്ലെങ്കിൽ എന്ത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതൊന്ന് അടുക്കട്ടെ ചോദിച്ചാൽ ഞാൻ വേറെ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് ആവശ്യം വന്നു, അത് വിട്ടുകൊടുക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. പ്രകൃതിയും പ്രപഞ്ചം മുഴുവനും വിട്ടുകൊടുക്കുന്നതിന്റെ ഒരു ചാക്രികതയാണ്. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, അതെവിടുന്ന ചെടികളുടേതാണ് അല്ലേ, അവർ പുറത്തു വിടുന്ന ഓക്സിജനാണ് നമ്മൾ കിട്ടുന്നത്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ചാക്രികതയാണ്. അപ്പൊ ഇത് കൊടുക്കണം. ആ കൊടുക്കാത്ത ആരാധന അത് വേസ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചൊരു സംഭവം അവരുടെ പ്രാർത്ഥനയാന്ന് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപരോന്മുഖത്വം ഇല്ലാത്ത പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ്. ഒരാളിൽ അപരോന്മുഖത്വം ഉണ്ടാക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും. ഒരാൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ ഇല്ല എന്ന് അറിയണമെങ്കിൽ ഒറ്റ മാർഗതേ ഉള്ളൂ. അയാൾ പാവപ്പെട്ടവരെ തടയൂല, ചെറിയ ഉപകാരങ്ങൾ കൊടുക്കുന്നതിനൊട്ട് തടയൂല, വളരെ വിശാലമായിരിക്കും.